പ്രിയ സഹോദരങ്ങളെ, നാം വിശുദ്ധമായ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. സഭയുടെ ആത്മീയ കലണ്ടറിലെ ഏറ്റവും ഗൗരവമേറിയതും അനുഗ്രഹപൂർണവും കൃപാഭരിതവുമായ കാലഘട്ടമാണിത്. വലിയ നോമ്പ് വെറും ആചാരങ്ങളുടെയും പുറത്തുള്ള അനുഷ്ഠാനങ്ങളുടെയും കാലമല്ല, മറിച്ച് നമ്മുടെ ജീവിതം പുതുക്കുന്ന, ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടുത്തുന്ന ഒരു ആത്മീയ യാത്രയാണ്. യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ ഉപവാസം ഒരു തയ്യാറെടുപ്പായിരുന്നു. ദൈവഹിതം നിറവേറ്റാനുള്ള, ആത്മീയ ശക്തി നേടാനുള്ള സമയം. അതുപോലെ തന്നെ ഈ നോമ്പുകാലത്ത് നാം കുരിശിന്റെ വഴിയിലൂടെ ഉയർപ്പിലേക്കുള്ള ആത്മീയ യാത്ര നടത്തുകയാണ്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, എങ്ങനെയായിരിക്കണം നമ്മുടെ നോമ്പ്? നോമ്പുകാലത്ത് നാം അനുഷ്ഠിക്കേണ്ടത് എന്തെല്ലാമാണ്? നോമ്പെന്നത് എന്താണ്? നോമ്പെന്നത് വെറും ഭക്ഷണം ഉപേക്ഷിക്കുന്നതല്ല, മറിച്ച് ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്ന നോമ്പ് ഇതല്ലയോ? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അടിമക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരാക്കുക. ഇവിടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് വ്യക്തമാണ്. ദൈവം ഇഷ്ടപ്പെടുന്ന നോമ്പ് വെറും ആഹാര നിയമമല്ല, മറിച്ച് നീതിയും കരുണയും സ്നേഹവും നിറഞ്ഞ ജീവിതമാണ്. അതിനാൽ ശരീരത്തിന്റെ നോമ്പ് മാത്രം മതിയാകില്ല, മനസ്സിന്റെ നോമ്പ് വേണം. ദുഷ്ടചിന്തകളിൽ നിന്ന് വിട്ടു നിൽക്കണം. നാവിന്റെ നോമ്പ് വേണം. അപവാദം, അസത്യവാക്ക്, കടുത്ത ഭാഷ എന്നിവ ഒഴിവാക്കണം. കണ്ണുകളുടെ നോമ്പ് വേണം. പാപത്തിലേക്ക് നയിക്കുന്ന കാഴ്ചകളിൽ നിന്ന് മാറി നിൽക്കണം. ഹൃദയത്തിന്റെ നോമ്പ് വേണം. അസൂയ, അഹങ്കാരം, വിരോധം എന്നിവ നീക്കണം. നോമ്പെന്നത് ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. പാപത്തിൽ നിന്നുള്ള വിട്ടുനിൽക്കലും വിശുദ്ധിയിലേക്കുള്ള ഒരു യാത്രയും കൂടിയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ യേശു നമ്മെ പഠിപ്പിക്കുന്നു, നോമ്പ് നോക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. യേശുവിന്റെ സന്ദേശം ഇവിടെ വ്യക്തമാണ്. നമ്മുടെ നോമ്പ് മനുഷ്യരെ കാണിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. അതിനാൽ നമ്മുടെ നോമ്പ് ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടുത്തുന്നതാകണം. നോമ്പുകാലത്ത് നാം അനുഷ്ഠിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: 1. പ്രാർത്ഥന. നോമ്പ് പ്രാർത്ഥനയോടൊപ്പം വേണം. പ്രാർത്ഥനയില്ലാത്ത നോമ്പ് ആത്മീയ ശക്തി ഇല്ലാത്തതാണ്. ദൈവസന്നിധിയിൽ കൂടുതൽ സമയം ചിലവഴിക്കുക, കുടുംബമായി പ്രാർത്ഥിക്കുക, വ്യക്തിപരമായ ധ്യാന ജീവിതം വളർത്തുക. 2. തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ദൈവവചനം ആത്മാവിന്റെ ആഹാരമാണ്. ദിവസേന തിരുവചനം വായിക്കുകയും അതിന്റെ പ്രകാശത്തിൽ നമ്മുടെ ജീവിതം പരിശോധിക്കുകയും ചെയ്യുക. വചനം കേൾക്കുന്നതിൽ മാത്രം നിൽക്കാതെ അതനുസരിച്ച് ജീവിതം തിരുത്തുക. 3. കരുണയും ദാനധർമ്മവും. നോമ്പ് നമ്മെ സ്വാർത്ഥതയിൽ നിന്ന് മോചിപ്പിക്കണം. ദരിദ്രരെ സഹായിക്കുക, രോഗികളെ സന്ദർശിക്കുക, ദുഃഖിതരായവരെ ആശ്വസിപ്പിക്കുക. നമ്മുടെ ത്യാഗം മറ്റുള്ളവരുടെ അനുഗ്രഹമായി മാറട്ടെ. യോവേൽ പ്രവചനം 2-ാം അധ്യായം 13 പറയുന്നു, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് തിരിയുവിൻ. നമ്മുടെ അഹങ്കാരം, വിരോധം, ക്ഷമിക്കാത്ത മനോഭാവം എന്നിവ ഉപേക്ഷിച്ച് യഥാർത്ഥ പശ്ചാത്താപത്തോടെ ദൈവത്തെങ്കിലേക്ക് തിരിയാം. പ്രിയ സഹോദരങ്ങളെ, വലിയ നോമ്പ് ഒരു ആത്മീയ അവസരമാണ്. പുതിയ ജീവിതത്തിനുള്ള അവസരം, ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള അവസരം, കുരിശിന്റെ വഴിയിലൂടെ ഉയർപ്പിന്റെ മഹത്വത്തിലേക്കുള്ള ഒരു യാത്ര. ഈ നോമ്പുകാലം വെറും ആചാരപരമായ ഒരു കാലമായി മാറാതെ നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും സമൂഹത്തെയും മാറ്റിയെടുക്കുന്ന ഒരു അനുഗ്രഹകാലമായി മാറട്ടെ. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും ഈ വിശുദ്ധ നോമ്പുകാലത്ത് ആത്മീയമായി ശക്തിപ്പെടുത്തി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.